നേരത്തെ പറഞ്ഞ ശിശുലക്ഷണങ്ങളോട് മനുഷ്യർ വളരെ സോഫ്റ്റ് ആയും സ്നേഹത്തോടെയും പെരുമാറുന്നു. ആ ലക്ഷണങ്ങളെ ക്യൂട്ട് ആയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യസമൂഹങ്ങളും കണക്കാക്കുന്നത്. ഒന്നാലോചിച്ചാൽ അതിൽ അത്ഭുതമില്ല. കാരണം ശിശുക്കൾക്ക് മുതിർന്നവരുടെ ശ്രദ്ധയും കരുതലും ഇല്ലാതെ അതിജീവനം സാധ്യമല്ല. ഇങ്ങനെ ഓമനത്തം തിരിച്ചറിഞ്ഞു പെരുമാറാനുള്ള കഴിവ് മനുഷ്യനു മാത്രമുള്ളതല്ല എന്നും കരുതാൻ ന്യായങ്ങളുണ്ട്. കാരണം മറ്റു മൃഗങ്ങളിലും ഇതുപോലെ അവരുടെ ശിശുക്കളിൽ കാഴ്ചയിൽ തന്നെ മുതിർന്നവരുടെ അഗ്രഷൻ കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഓമനത്തം തോന്നിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ആദ്യകാല ടെഡികൾക്ക് കൂടുതൽ സാമ്യം യഥാർത്ഥ കരടികളോടായിരുന്നു. നീണ്ട മൂക്കും ചെറിയ കണ്ണുകളും താഴ്ന്ന നെറ്റിയുമൊക്കെയുള്ള ഒരു സാധാ കരടി. പിന്നെ പിന്നെ പതുക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. കണ്ണുകൾ വലുതായി, നെറ്റി ഉയർന്നു, മുഖം പരന്നു. അഥവാ ഈ ഗുണങ്ങൾ അറിയാതെയാണെങ്കിലും ഉൾപ്പെടുത്തിയ ഡിസൈനുകൾക്ക് കൂടുതൽ വിൽപ്പനയുണ്ടായി. ഡാർവിന്റെ ഡിസെന്റ് വിത്ത് മോഡിഫിക്കേഷൻ അജൈവലോകത്തുനിന്നുള്ള ഒരു ഉദാഹരണം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പാവക്ക് ബേർ എന്ന പേരു മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. അതിന്റെ രൂപഭാവങ്ങൾ ശരിക്കുള്ള കരടിയിൽ നിന്നു സാവധാനം അകന്നുപോയി. ആധുനിക ടെഡികളുടെ അളവുകൾക്ക് ഒരു കരടിയുടേതിനേക്കാൾ സാമ്യം ഒരു മനുഷ്യ ശിശുവിനോടാണ്.